JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന LGSന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാവരും ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിച്ചു ചോദിക്കാറുണ്ട്, സാറേ ഏത് ജില്ലയിൽ അപേക്ഷിച്ചാലാണ് നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത, അതുപോലെ തന്നെ എത്ര അപേക്ഷകരുണ്ടാവും, പരീക്ഷ എന്നാണ് നടക്കാൻ സാധ്യത, ഇങ്ങനെയുള്ള ഒത്തിരി മുൻ വർഷങ്ങളിലെ നിയമനം എങ്ങനെയായിരുന്നു, എത്ര ലക്ഷം പേർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ പല ഉദ്യോഗാർത്ഥികളും ഉന്നയിക്കാറുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പോൾ 2024 ജനുവരി 17 തീയതിയാണ് LGSനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി. അവസാനം വരെ നമ്മൾ കാത്തിരിക്കാതെ വളരെ നേരത്തെ തന്നെ, അതായത് താമസം വരുത്താതെ തന്നെ അപേക്ഷിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2023 ജനുവരി 1 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ 18 to 36 ഏജ് ലിമിറ്റ് എങ്കിലും 5 വർഷത്തെ SC/ST-കാർക്ക് 5 വർഷത്തെ വയസ്സിളവ്, അതുപോലെ തന്നെ മറ്റു വിഭാഗക്കാർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഈ EWSന്റെ സംവരണം അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ ഒന്നും അർഹത ഉണ്ടായിരിക്കുന്നതല്ല, അർഹതയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ എന്നാൽ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴിയുള്ള അപേക്ഷകൾക്കെല്ലാം തന്നെ EWS ആപ്ലിക്കബിൾ ആണ്. അവിടെ ഏജ് റിലാക്സേഷന് അനുവദനീയമാണ് താനും. അതുപോലെ തന്നെ ഇത്തവണ LGSന്, നമുക്ക് LGSന്റെ കാര്യത്തിലേക്ക് കിടക്കാം. LGSനെ സംബന്ധിച്ചിടത്തോളം LGSന് ഇത്തവണ പ്രതീക്ഷിക്കുന്ന 7 ലക്ഷത്തിലേറെ അപേക്ഷകളാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 7ാം ക്ലാസ് വിജയമാണ് അവര് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളതെങ്കിലും ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ പാടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, ബിരുദധാരികൾക്ക് അപേക്ഷിക്കാൻ പാടില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പക്ഷേ ഈ നോട്ടിഫിക്കേഷന്റെ കാലാവധിക്ക് ഉള്ളിൽ പരീക്ഷ പാസ്സാകാൻ പാടില്ല, അല്ലെങ്കിൽ റിസൾട്ട് വന്നാൽ അത് അസാധുവായി തീരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് LGSന് ഏകദേശം 7 ലക്ഷത്തിന് മുകളിൽ അപേക്ഷകരാണ് ഉണ്ടാവാനാണ് സാധ്യത എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2019 ഡിസംബർ 31 വന്ന നോട്ടിഫിക്കേഷനിൽ മുൻ വിജ്ഞാന പ്രകാരം അതിൻ്റെ അകത്ത് എത്ര പേരാണ് അപേക്ഷിച്ചത് എന്നാൽ 6,98,797 അപേക്ഷകളാണ് പ്രസ്തുത 2019 ഡിസംബർ 31 വന്ന നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 2017 വിജ്ഞാപനത്തിൽ 8,54,811 പേരുടെ അപേക്ഷകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2013 വിജ്ഞാന പ്രകാരം 13,10,703 പേരും അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അത് 7 ലക്ഷത്തിന് മുകളിൽ 7 ലക്ഷത്തിലേറെ അപേക്ഷകളാണ് ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ജില്ല, നമ്മൾ ഓരോ ജില്ലയും അപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അത് ഞാൻ പറയാം. നേരത്തെയൊക്കെ സ്വന്തം ജില്ലയിൽ അപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം 5 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ടായിരുന്നു. എന്നാൽ അത് ഹൈക്കോടതി അത് റദ്ദാക്കിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിലേക്ക്, സ്വന്തം ജില്ല ഉപേക്ഷിച്ച് മറ്റ് ജില്ലകളിലേക്ക് അപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 5 വർഷം അവിടെ ജോലി ചെയ്തതിനു ശേഷം മാത്രമേ അവിടെ നമുക്കൊരു മാറ്റം പ്രതീക്ഷിക്കാവൂ, മാറ്റം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ സംവരണ വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ജില്ലയിലും അപേക്ഷിക്കുന്ന സംവരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ സ്വന്തം സമുദായ അംഗങ്ങൾ കുറവുള്ള ജില്ല നോക്കി അപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ല, കൂടുതൽ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയും ഉയർന്ന റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാനുള്ള സാധ്യതയും അത് കൂടുതലായിട്ട് ഒരു സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിയമനം ലഭിക്കുന്ന ജില്ലയെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കഴിയാതെ മാറ്റം അനുവദിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം എല്ലാ ഉദ്യോഗാർത്ഥികളും, ധാരാളം ഉദ്യോഗാർത്ഥികൾ അങ്ങനെ ചോദിക്കാറുണ്ട്, സാറേ എത്ര വർഷം നമ്മൾ ആ ജില്ലയിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ മാറ്റം എത്ര ഉണ്ടാകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ 5 വർഷം കഴിയാതെ മാറ്റം അനുവദിക്കില്ല അതുപോലെ തന്നെ എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കണം. ഇനി പരീക്ഷയെ സംബന്ധിച്ച്, പരീക്ഷ 2024 പകുതിയോടുകൂടി പരീക്ഷ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആ രീതിയിലുള്ള പഠന രീതികളെല്ലാം തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്.
അതുപോലെ തന്നെ നിലവിലെ ലിസ്റ്റ് ഇപ്പോൾ LGSന്റെ ലിസ്റ്റിന്റെ കാലാവധി 2025 ജൂലൈ 17-നാണ് അവസാനിക്കുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ ലിസ്റ്റ് വരുന്നതായിരിക്കും. അതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുക. ഒറ്റ പരീക്ഷയാണ് ഉണ്ടാവുക എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രിലിമിനറി വേണ്ടെന്ന് വെച്ചാൽ ഒറ്റ പരീക്ഷയാണ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ നിയമന സാധ്യതയെ സംബന്ധിച്ച് പലരും ചോദിക്കാറുണ്ട്, സാറേ എത്ര നിയമന സാധ്യത നടക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ 8000-ന് മുകളിൽ നിയമനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 2016 വിജ്ഞാപന പ്രകാരം ലിസ്റ്റിൽ നിന്ന് 8255 പേർക്ക് നിയമനം ലഭിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നടന്നത് തിരുവനന്തപുരത്താണ്, അത് 1023. ഏറ്റവും കുറവ് നിയമനം നടന്നത് 267 വയനാട് ജില്ലയിലാണ്. ബാക്കി കൊല്ലം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെല്ലാം തന്നെ 500-ലധികം പേർക്ക് നിയമനം ലഭിച്ചു. നിലവിലുള്ള റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് ഇതുവരെ 3857 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. അത് 8000-ന് മുകളിൽ നിയമനം ലഭിക്കുമെന്നുള്ളതാണ് നമുക്ക് വിശ്വസിക്കുന്നത്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തന്നെ നിങ്ങൾക്ക് അറിയേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ജില്ലയിലും അപേക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലുമൊക്കെ എന്ത് കാര്യങ്ങളാണെങ്കിലും അപേക്ഷകളെ സംബന്ധിച്ച് LGSനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ പരീക്ഷ ഏകദേശം 2024 പകുതിയോടുകൂടി നടക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു പഠന രീതി നിങ്ങൾ പിന്തുടരാൻ ഇപ്പോൾ തന്നെ അത് അപേക്ഷിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പഠിച്ച് തുടങ്ങേണ്ടതാണ്. അപ്പോൾ ഡിഗ്രിക്കാർക്ക് അപേക്ഷിക്കാൻ പാടില്ല എങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ITI ഡിപ്ലോമക്കാർക്കെല്ലാം തന്നെ +2 ITI ഡിപ്ലോമക്കാർക്കെല്ലാം തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ LGSനെ സംബന്ധിച്ച് ബാക്കി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾ നമ്മുടെ ഈ ഇതുപോലുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ, അതുപോലെ തന്നെ LDCയുടെ ക്ലാസ്സുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറയുന്നത് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.